ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് KFC മോഡലിൽ ഫ്രൈഡ് ചിക്കൻ നമുക്ക് സിമ്പിൾ റെസിപ്പിയിൽ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം എന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 10 പീസ് ഫ്രൈഡ് ചിക്കൻ വരുന്ന രീതിയിലാണ് എടുത്തേക്കുന്നത് ചിക്കന്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ മാറ്റം വരും, ശ്രദ്ധിക്കുക. അതുപോലെ ചെറിയ പീസ് ആക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ഇഷ്ടാനുസരണം പീസിൻ്റെ വലുപ്പത്തിൽ വ്യത്യാസം വരുത്താം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് 1/4 സ്പൂൺ ഉപ്പ്, 1/2 സ്പൂൺ മുളക് പൊടി എരിക്കും അതുപോലെ നിങ്ങളുടെ ആവശ്യകതയ്ക്കും അനുസരിച്ച് അളവിൽ വ്യത്യാസം വരും. ഇതിപ്പോൾ എരി കുറഞ്ഞ മുളക് പൊടിയാണ് ഞാൻ 1/2 സ്പൂൺ ചേർത്തിരിക്കുന്നത്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടിക്ക് എരി കുറവായതുകൊണ്ട് ഒരു 1/4 സ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച്, നന്നായിട്ട് പറ്റുമെങ്കിൽ കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ പറ്റത്തില്ല. നമ്മൾ യോജിപ്പിച്ച് വെച്ചേക്കുന്ന ഈ കൂട്ടിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂണോളം പെരിഞ്ജീരകത്തിൻ്റെ പൊടിയോ അല്ലെങ്കിൽ പെരിഞ്ജീരകമോ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പെരിഞ്ജീരകം ഞാൻ ഇടാൻ മറന്നു പോയതാണ്. പെരിഞ്ജീരകം മസ്റ്റാണ്, അത് ഒഴിവാക്കാൻ പാടില്ല. പെരിഞ്ജീരകം കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുക. അത് പൊടിയായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇടാം. ഇട്ടതിന് ശേഷം ഒരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. നമുക്കിതിൻ്റെ കോട്ടിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂണോളം മൈദ നമുക്ക് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ആവശ്യമെന്ന് തോന്നുവാണെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ അതിനുശേഷം ഒരു 1/2 ടേബിൾ സ്പൂണോളം ബ്രെഡ് ക്രംസും ചേർത്തിട്ടുണ്ട്. നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനും അതുപോലെ നല്ല കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ 3ഉം കൂടെ ഈ ഒരു റേഷ്യോയിൽ ചേർത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂണോളം മുളക് പൊടി, ഒരു 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായിട്ട് ഈ മിക്സ് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഒരു മണിക്കൂറത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുന്ന ചിക്കൻ എടുത്ത് നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് കോട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ബ്രെഡ് പൊടി ചേർക്കാൻ താല്പര്യമില്ലാത്തവർ ലൈറ്റായിട്ടൊന്ന് ഓട്സ് പൊടിച്ച് ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നമുക്ക് വ്യത്യാസപ്പെടുത്താം. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ഈ ഒരു കോട്ടിങ്ങിന് വേണ്ടി തയ്യാറാക്കി വെച്ചേക്കുന്ന ആ ഒരു പൊടിയിലേക്ക് നമ്മൾ ഓരോ പീസായിട്ട് നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ ഓരോ പീസായിട്ട് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഓരോ പീസിലും ആ പൊടി നന്നായിട്ട് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് അതിലൊന്ന് യോജിപ്പിക്കുന്ന രീതിയിൽ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മിനിമം ഒരു 5 മിനിറ്റെങ്കിലും ഒന്ന് വെക്കാൻ ശ്രമിക്കുക. നമുക്കിപ്പം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അതുപോലെ ഉറപ്പായിട്ടും കമൻറ്റുകൾ ഇടുക, ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടെ ചെയ്യുക. നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ്റെ ഏകദേശം പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഒരു ഫ്രൈ പാൻ എടുക്കുക. അതിലേക്ക് കോക്കനട്ട് ഓയിലാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഏതാണോ അത് ഉപയോഗിക്കാം. എണ്ണ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഓരോരോ പീസുകളായിട്ട് നമ്മളുടെ ഈ ചിക്കൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഒന്നുകൂടെ അടിക്കുന്ന ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ആ ഒരു മസാല അതിൻ്റെ അകത്തൊന്നുകൂടെ നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. പൊടിയായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് മിക്സ് ആവാൻ വേണ്ടി നന്നായിട്ട് അടിക്കുന്ന ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഓരോരോ പീസുകളായിട്ട് നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് കൂടുതലും ഫ്രൈ ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമോ ചെയ്യാതെ ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കുക. കാരണം നമ്മൾ കോട്ടിങ് കൊടുത്തിട്ടുണ്ടായതുകൊണ്ട് മുകൾ ഭാഗം അല്ലെങ്കിൽ ആ കോട്ടിങ് പെട്ടെന്ന് മൂത്ത് പോവുകയും ചിക്കൻ അധികം വേവാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മളൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ. ഏകദേശം റെഡി ആയി കഴിയുന്ന സിറ്റുവേഷൻ എത്തുമ്പോൾ നമ്മൾ ഫ്ലെയിം ഇച്ചിരി ഒരു മീഡിയം ഫ്ലെയിമിനകത്ത് വെക്കുകയും എന്നിട്ട് കോരിയെടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ചിക്കൻ പീസിൻ്റെ അകത്ത് അധികം എണ്ണ നിൽക്കത്തില്ല. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ കുറേശ്ശെയായിട്ട് വറുത്തെടുക്കാൻ നോക്കുക. ഓവറായിട്ട് പാനിൽ ഞെരുക്കി ഇട്ട് ഫ്രൈ ചെയ്യാതെ കുറച്ചായിട്ട് എടുത്ത് വറുത്ത് കോരുക. അധികം എണ്ണയൊന്നും ഇതിൻ്റെ അകത്ത് പിടിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എണ്ണ ഒരുപാട് അതിൻ്റെ അകത്ത് ആവത്തുമില്ല. നമുക്ക് ഓവറായിട്ട് എണ്ണ ആവത്തില്ല. കുറേശ്ശെ ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നന്നായിട്ടൊന്ന് തിരിച്ചിട്ടൊക്കെ കൊടുക്കുക. ഇടയ്ക്ക് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ അത് എല്ലാ വശങ്ങളും ഒരുപോലെ
മൂത്ത് വരുന്നതായിരിക്കും. നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഇത് കോരി മാറ്റാം. നമ്മളിത് കോരി മാറ്റുമ്പോൾ ഞാൻ പറഞ്ഞതാണ്, എങ്കിലും ഒന്നും കൂടി പറയുകയാണ്. നമ്മൾ ചിക്കൻ പീസുകൾ എടുക്കുന്ന ടൈമിൽ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം നമ്മൾ അത് കോരി മാറ്റി കഴിഞ്ഞാൽ അതിനകത്ത് ഉള്ള എണ്ണമയം തീർത്തും നമുക്ക് ഒഴിവാക്കിയിട്ട് എടുക്കാനായിട്ട് ഒരു പരിധിവരെ സഹായിക്കും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യുക. ഇതുപോലെ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.